ശ്രീമദ് ഭാഗവതം സ്കന്ധം 9 അധ്യായം 1 നവമസ്കന്ധഃ അഥ പ്രഥമോധ്യായഃ. രാജോവാച ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. മന്വന്തരാണി സർവാണി ത്വയോതാനി ശ്രുതാനി മേ വീര്യാണ്യനന്തവീര്യസ്യ ഹരേ തത്ര കൃതാനി ച. യോസൗ സത്യവൃദ്ധോ നാമ രാജർഷിർദ്രവിഡേശ്വരഃ. ജ്ഞാനം യോ അതീതകൽപാന്തേ ലേഭേ പുരുഷസേവയാ. സ വൈ വിവസ്വതഃ പുത്രോ മനുരാസീദിതി ശ്രുതം. തത്വസ്തസ്യ സുതാ ചോക്ത ഇക്ഷാഗു പ്രമുഖാ നൃപാഃ. തേഷാം വംശം പൃഥഗ്ബ്രഹ്മൻ വംശാനുചരിതാനി ച. കീർത്തയസ്യ മഹാഭാഗ നിത്യം ശുശ്രൂഷതാം ഹിനഃ. യേ ഭൂതാ യേ ഭവിഷ്യാ ച ഭവന്ത്യദുദനാശ്രയേ. തേഷാം നഃ പുണ്യകീർത്തീനാം സർവേഷാം വദ വിക്രമാൻ. സൂത ഉവാച ഏവം പരീക്ഷിതാ രാജ്ഞാ സദസി ബ്രഹ്മവാദിനാം പൃഷ്ടഃ. പ്രോവാച ഭഗവാൻ ശുകഃ പരമധർമ്മവിദേ. ശ്രീശുകോവാച ശ്രൂയതാ മാനവോ വംശഃ പ്രാചുരേണ പരന്തപ. ന ശക്യത്തെ വിസ്തരതോ ഭക്തം വർഷശതൈരപി. പരാവരേഷാം ഭൂതാനാമാത്മായഃ പുരുഷഃ പരഃ. സ ഏവാസീദിദം വിശ്വം കൽപ്പാന്തേ അന്യന്ന കിഞ്ചന. തസ്യ നാഭേഹേ സമഭവത് പൽപകോശോ ഹിരണ്മയഃ. തസ്മിन् ജജ്ഞേ മഹാരാജ സ്വയംഭൂശ്ച ദുരാനനഃ. മരീചിർമനസസ്തസ്യ ജജ്ഞേ തസ്യാഭികശ്യപഃ. ദാക്ഷായണ്യാ തതോ അദിത്യാം വിഭസ്വാന ഭവസുതഃ. തതോ മനുഃ ശ്രാന്തദേവഃ സംജ്ഞായമാസ ഭാരത. ശ്രദ്ധയാം ജനയാമാസ ദശപുത്രാൻ സ ആത്മവാൻ. ഇക്ഷാകോ നൃഗശര്യാദേ ദൃഷ്ടദൃഷ്ട കരോഷഖാൻ. നരിഷ്യന്തം പൃഷദ്രം ച നവകം ച കവിം വിഭുഃ. അപ്രജസ്യ മനോഃ പൂർവം വസിഷ്ഠോ ഭഗവാൻ കില. മിത്രവരുണയോരിഷ്ടം പ്രജാർത്തമകരോത്പ്രഭുഃ. തത്ര ശ്രദ്ധാ മനോഃ പത്നി ഹോതാരം സമയാചത. ദുഹിത്രർത്ഥമുപാഗമ്യ പ്രണിപത്യ പയോവ്രത. പ്രേഷിതോ അദുര്യാണ ഹോതോധ്യായം സുസമാഹിതഃ. കവിഷേ വ്യജരത്തേന വഷട്കാരം ഗൃണധ്വജഃ. കോസ്തുത്യവിചാരേണ കന്യേന നാമ സാഭവത്. താം വിലോക്യ മനുഃ പ്രാഗനാദിഹൃഷ്ടമനാ ഗുരും. ഭഗവൻ കിമിദം ജാതം കർമ്മവോ ബ്രഹ്മവാദിനാം. വിപര്യയാമവോ കഷ്ടം മൈവാം സ്യാത് ബ്രഹ്മ വിക്രിയ. യൂയം മന്ത്രവിദോ യുക്ത തപസാ ദത്തകിൽപിഷാഃ. കുതഃ സങ്കൽപ്പവൈഷമ്യമനൃതം വിബുധേ ശിവ. തന്നിശമ്യ ഭജസ്തസ്യ ഭഗവാൻ പ്രവിതാമഹഃ. ഹോതോർവ്യതിക്രമം ജാത്വാ ബഭാഷേ രവിനന്ദനം. ഏതത് സങ്കൽപ്പവൈഷമ്യം ഹോതുസ്തേ വ്യഭിചാരതഃ. തഥാപി സാധയിഷ്യേതേ സുപ്രജാസ്ത്വം സ്വതേജസാ. ഏവം വ്യവസിതോ രാജൻ ഭഗവാൻ സമഹായശാഖ. അസ്തോഷീദാതി പുരുഷമിളായാഃ പുംസ്തകാമ്യയാം. തസ്മൈ കാമവരം തുഷ്ടോ ഭഗവാൻ ഹരിരീശ്വരഃ. ദദാഭിളാഭവത്തേന സുദ്യുപ്നഃ പുരുഷർഷഭഃ. സ ഏകദാ മഹാരാജ വിചരൻ മൃഗയാം വനെ. വൃതഃ കതിപയാമാത്യൈ രശ്വമാരോഹ്യ സൈന്ധവം. പ്രഹൃഹ്യ രുചിരം ചാപം ശരാം ച പരമാത്ഭുതാൻ. ദംശിതോ അനുമൃഗം വീരോ ജഗാമാദിശമുത്തരാം. സ കുമാരോ വനം
मेरोदस्तात् प्रविवेशः यत्र ते भगवान् सर्वो रममाणः सहो मया तस्मिन् प्रविष्टये वासौ सुद्युम्नः परवीरः अभ्यक्षत्रियमात्मान मह्यं च बडवान् नृपा तदा तदुनगा सर्वे आत्मरिङ्ग विपर्ययम् दृष्ट्वा विमनसो अभूवन् वीक्ष्यमाणाः परस्परम् राजोवाच कथमेवं गुणोदेशः केन वा भगवान् कृतः प्रश्नमेन समाचक्ष्व परं कौतूहलं हिनः श्रीशुभोवाच एकदा गिरिशं दृष्टो मृषयस्तत्र सुहृदाः दिशोऽभिधिमिराभासाः कुर्वन्तः समुपागमन् तान् विलोक्याम्बिका देवी विभासा प्रेडिता वृषम् भर्तुरङ्गा समुत्थाय निविमाशत पर्यदाद ऋषयो अभितयोर्वेश्य प्रसङ्गं रममाणयोः निवर्ताः प्रययुस्तस्मान्नर नारायणाश्रमं तदिदं भगवानः प्रियायाः प्रियकाम्यया स्थानं यः प्रविशेदेद स वयोषिद्भवेदिति तदवोर्दम्बनं तद्वै पुरुषा वर्जयन्ति के स चानुचर संयुक्त विजचारवनाध्वनम् अध तमाश्रमाभ्यासे चरन्तीं प्रमदोत्तमाम् स्त्रीभिः परिवृतां वीक्ष्य च कमे भगवान् बुधः साविदं चकमे सुभृगो सोमराजसुदं पतिं स तस्यां जनयामास पुरूरवसमाल्पजम् एवं स्त्रीत्वमनुप्राप्तः सुद्युम्नो मानवो नृपः सस्मार स्वकुलाचार्यं वसिष्ठमिति शुश्रुमा सभस्यतां दशां दृष्ट्वा कृपया वृषपीडितः सुद्युम्नस्याशयन् पुंस्तमुपधावत शङ्करं तुष्टस्तस्मै स भगवान् ऋषये प्रियमावहन् स्वां च वाजव्रतां कुर्व निदमाह विशाम्पते मासं पुमान् स भविता मासं स्त्री तव गोत्रजः यज्ञं व्यवस्थया कामं सुद्युम्नो अवदो मेदिनीम् आचार्यानुग्रहात् कामं लब्ध्वा पुंस्तं व्यवस्थया पालयामास जगतिं न्याव्यनन्दन् स्मतं प्रजाः तस्योत्कलो गयो राजन् विमलश्च सुधात्रयः दक्षिणापदराजानो बभुवुर्धर्मवल्सलाः ततः परिणते काले प्रतिष्ठानपदिः प्रभुः पुरूरवसवोत्सृज्य गाम्पुत्राय गतो वनम् श्रीहरये नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां नवमस्कन्धे इळोवाक्याने प्रथमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द।